അരുണേട്ടൻ അച്ഛൻ തന്ന പൈസ എടുത്തോണ്ട് പോവാൻ മറന്നൂല്ലേ? മറന്നതല്ല, അത് കുട്ടിയെടുത്ത് കുറച്ച് കപ്പലിനെ വാങ്ങി തന്നോളൂ. നീ മാത്രമല്ല, നിന്റെ അച്ഛനും അമ്മയും മുത്തശ്ശിയും പിന്നെ നിന്റെ അമ്മാവനുണ്ടല്ലോ മാനേജർ നാരായണൻ, അയക്കും കൊടുത്തോളൂ കുറച്ച്. അച്ഛൻ പറഞ്ഞത് നേരാ. എന്ത്? അരുണേട്ടൻ മഹാ അഭിമാനിയാന്ന്. അതുകൊണ്ടല്ലേ സ്ത്രീധനം തന്നത് ഇഷ്ടാവാഞ്ഞേ. നിനക്ക് മനസ്സിലായില്ലേ? എന്റെ അരുണേട്ടനെ മനസ്സിലാക്കാൻ ഇനി വേറെ ആരാ ഉള്ളത്? മധ്യത്തിലിരിക്കുന്ന മധ്യക്ഷൻ, അച്ഛത്ത് നിൽക്കുന്ന അറ്റൻഷൻ, മറ്റ് വിശിഷ്ട അവശിഷ്ടങ്ങളെ. എന്താണ് കുടുംബശ്രീ? കുടുംബശ്രീ എന്താണെന്നറിയാമോ? കുടുംബശ്രീ എന്ന് പറഞ്ഞാൽ കുടുംബത്തിലെ സ്ത്രീകൾ ഉണ്ടാക്കുന്ന ഒരു സ്ത്രീ. പെട്ടെന്ന് പറയണ, നടുവുളുക്കും നിക്കണം. കുടുംബശ്രീ എന്ന് പറഞ്ഞാൽ നമ്മുടെ സമൂഹത്തിലെ സ്ത്രീകൾ നേരിടുന്ന പ്രശ്നങ്ങൾ അതിരൂക്ഷമായി വിമർശിച്ച് സ്ത്രീകൾക്ക് വേണ്ട സംരക്ഷണം നൽകുക എന്നുള്ളതാണ് കുടുംബശ്രീയുടെ പ്രധാന ദൗത്യം. ഡൈനിങ് ടേബിൾ പൂപ്പരുത്തി മതി. 2000 ആ പൂപ്പരുത്തി അവിടെ ഈട്ടി തന്നെ വേണം. 25,000. സോഫ സെറ്റ് ചൂരല് മതി. റെപ്രസെന്റേറ്റീവിന് ഇരിക്കാനില്ല, യമുനയ്ക്കാം. കുഷൻ തന്നെ വേണം, കുതിച്ചു പോകണം. അതിന് കുതിരപ്പുറത്ത് കയറിയ തമാശകള കൂട്ട്. 25,000. ആ ബ്രിഡ്ജ്. പാലോ അതും വേണോ? അവർക്ക് നടന്നു വന്നാ പോരെ? അതില്ലെന്ന് തണുപ്പിക്കുന്ന ഒരു സാധനം ഇല്ലേ? ഫ്രിഡ്ജ് 9,000. ടി വി ബ്ലാക്ക് ആൻഡ് വൈറ്റ് പോരെ? തന്നെ വേണം. 10-20 അടി നീളം വേണം. 10-20 അടി നീളോ? ഇഞ്ചായിരിക്കും. ആ ഇഞ്ച്. വയറില്ലാത്ത ഫോൺ അതൊരെണ്ണം മതി. മൊബൈൽ. ആ മുംബൈയില് വയറില്ലാത്തോണ്ട് വില കുറവായിരിക്കും. ആ ഇനി അയ്യോ ഇനി മടക്കല്ലേ, ഒടിഞ്ഞു. ആ തൽക്കാലം എന്നെ ഒറ്റയ്ക്ക് ഇവിടെ വിട്ടിട്ട് പോവോ? ഒന്നറിഞ്ഞാ കൊള്ളാം. സാവിത്രിക്ക് എന്തേ എന്നെ ഇഷ്ടായത്? എനിക്കറിയില്ല. ഞാൻ ഓർക്കുന്നില്ല എപ്പോഴാണ് അതിന്റെ തുടക്കമെന്ന്. മുൻപൊരിക്കലും അനുഭവമില്ലാത്തൊരു തുള്ളിച്ചാട്ടം എന്റെ മനസ്സിലുണ്ടായി. വിനു കൊണ്ടുവന്ന കുപ്പിയോളകളില്ലേ, അത് നിരത്തി ഞാൻ വിനുവിന്റെ പേര് എഴുതി. അതിൽ വെറുതെ ഉറങ്ങാൻ നോക്കിയിരുന്നു. വിനുവിന്റെ ആ ഡയറി ഇല്ലേ, അതിലെ പേജുകൾ ഞാൻ കൂടെ മറിച്ചു നോക്കും. ഹോസ്പിറ്റലിൽ വിനു ഉള്ളപ്പോ സന്ധ്യ ആവരുതേ ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു. വീട്ടിൽ രാത്രിയായ വെളുക്കാനുള്ള വെപ്രോളായിരുന്നു എനിക്ക്. വിനുവിനറിയോ, ക്ലോക്കിന്റെ സൂചി തിരിച്ച് നേരം വെളുപ്പിക്കാൻ നോക്കിയിട്ടുണ്ട്. ഞാൻ ആലോചിച്ചു, എന്താ എനിക്ക് ഇങ്ങനെയൊക്കെയെന്ന്. ഒന്നുകിൽ ഐ വാസ് എ സ്റ്റുപ്പിഡ് ഗേൾ, അല്ലെങ്കിൽ ഐ തിങ്ക് ഇറ്റ്സ് ബിക്കോസ് ഐ ലവ് യു. ചതിച്ചത് ദേവേട്ടനാ എന്നെ. മറ്റൊരാളെ കുറിച്ചുള്ള ഓർമ്മകൾ മനസ്സിൽ ഒളിപ്പിച്ചു വെച്ച് എന്റെ കഴുത്തിൽ താലി കെട്ടി. ഒരുപാട് പ്രതീക്ഷകളും സ്വപ്നങ്ങളുമായി കൂടെ ഇറങ്ങിപ്പോന്ന എന്നോട് ആരോടൊക്കെയുള്ള പ്രതികാരവും വൈരവും തീർത്തു. കല്യാണം കഴിഞ്ഞ ഏതൊരു പെണ്ണിനും ദൈവം കൊടുത്തൊരു അവകാശമാണ് ഒരു കുഞ്ഞിനെ പെറ്റു പോറ്റാനുള്ള ആഗ്രഹം. ആ സ്വപ്നം പോലെ എനിക്ക് നിഷേധിക്കപ്പെട്ടു. എല്ലാം സഹിച്ച് ഈ അകത്തളത്തിന്റെ ഒരു കോണിൽ ഒരു മിണ്ടാ പ്രാണിയായി ഇത്രയും കാലം ഞാൻ ജീവിച്ചു. ഈശ്വരൻ കേട്ടാലോ എന്ന് പേടിച്ച് ഒച്ചയെടുത്തൊന്ന് കരയുക പോലും ചെയ്യാതെ. ഇല്ല, ഭൂമിയിൽ മറ്റൊരു പെണ്ണും ഇത്രയേറെ സഹിക്കില്ല. ഞാൻ പോയി കഴിഞ്ഞ താൻ ഇവിടെ കിടന്നുണ്ടല്ലോ, മൂക്കുകൊണ്ട് വരയ്ക്കും. അത് കാണാൻ ഞാൻ എന്റെ സ്വന്തം കാറിൽ വരും. ഞാൻ പോയി കഴിഞ്ഞ
താൻ ഇവിടെ കിടന്നുണ്ടല്ലോ. ഈ കല്യാണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേവലം ഒരു മഞ്ഞനൂലിൽ കോർക്കുന്ന ഒരു താലിയല്ല, അതിനൊരു പവിത്രതയുണ്ട്. പരസ്പരം വിശ്വാസം വേണം. ഞാൻ ആദ്യമായിട്ട് കല്യാണം കഴിച്ചത് സ്നേഹിച്ച് കഴിച്ചതാണ്. അങ്ങനെ സ്നേഹിച്ച് കല്യാണം കഴിച്ച ഒരു 2 മാസം കഴിഞ്ഞപ്പോ ആ പവിത്ര ബന്ധം അങ്ങോട്ട് പോയി. അദ്ദേഹം മദ്യപാനിയായിരുന്നു. എനിക്കത് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റില്ല, വിട്ടു. പിന്നെ ഇതൊരു പവിത്ര ബന്ധമാണല്ലോ എന്നോർത്ത് തുടർന്നു ഞാൻ 2ാമതൊരു കല്യാണം കഴിച്ചു. പവിത്ര ബന്ധമായിരുന്നു, പക്ഷെ അതൊരു 3 മാസം നിന്നുള്ളൂ. ഡിവോഴ്സായി. അയാൾ കുടിയനല്ലായിരുന്നു, ഞാൻ കുടിച്ചു തുടങ്ങിയിരുന്നു. അപ്പൊ അത് അയാൾക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റിയില്ല, അങ്ങനെ അത് പോയി. പിന്നെ ഇതൊരു പവിത്രമായ ബന്ധമാണല്ലോ, അങ്ങനെ ഞാൻ 3ാമതൊരു കല്യാണം കഴിച്ചു. ഇപ്പൊ ഞങ്ങൾ സുഖവും സന്തോഷവുമായി അടിച്ചു പൊളിച്ചു ജീവിക്കും. ഞാൻ കുടി നിർത്തിയില്ല, അദ്ദേഹം കുടി തുടങ്ങി, ഞാനും കുടി തുടങ്ങി. ഇപ്പൊ 2 പേരും നല്ല അസലായിട്ട് കുടിക്കും. ഇപ്പൊ പല അനർത്ഥങ്ങളും നടക്കുന്നുണ്ട്. ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു ക്ലോക്ക് പെട്ടെന്ന് നിന്നു. തകിടാണോ? എന്റെ മുഖത്തടിച്ച പോലെ തന്നെയത്. അവളുടെ കല്യാണം നടന്നാലും കൊള്ളാം, നടന്നില്ലെങ്കിലും കൊള്ളാം. ഇനി എനിക്ക് അവളായിട്ട് ഒരു ബന്ധമില്ല. പണം കൊടുക്കാന്ന് നമ്മൾ വാക്ക് പറഞ്ഞതാ. ബുധനാഴ്ച സ്വർണ്ണം എടുക്കാന്ന് ഏട്ടൻ പറഞ്ഞു വിടുകയും ചെയ്തു. പറഞ്ഞു വിട്ടെങ്കിൽ എടുക്കട്ടെ. അവൾക്ക് കല്യാണം അല്ലല്ലോ വലുത്, വല്യേട്ടനല്ലേ. വല്യേട്ടൻ നടത്തി കൊടുക്കട്ടെ. എനിക്ക് എന്റെ അച്ഛൻ തന്ന പണമാ, അതെന്റെ ആവശ്യങ്ങൾക്കാ. അതല്ല നിങ്ങളുടെ അനിയത്തിയുടെ കല്യാണം നടത്താനല്ല. ഇത് ചതിയാണ്. കൊടുക്കാൻ പറ്റില്ലെങ്കിൽ അന്ന് പറയണം, അല്ലാണ്ട് ഈ അവസാന നിമിഷത്തിലല്ല. കൊടുക്കാന്ന് പറഞ്ഞതേ എന്റെ സൗജന്യാണ്, അല്ലെങ്കിൽ ദയ. അത് വേണ്ടാത്തവർക്ക് ഞാൻ കൊടുക്കണോ? നീ എന്നിട്ട് കുരങ്ങൾപ്പിക്കാണല്ലേ? അങ്ങനെ ആയതുകൊണ്ടല്ലേ കളിക്കണേ. സഹിക്കുന്നതിന് അതിലുണ്ട്. പണം അന്തസ്സും വിദ്യാഭ്യാസം ഒന്നും ഉണ്ടായിട്ട് കാര്യമില്ല. മനസാക്ഷി വേണോടി, മനസാക്ഷി. ഓ, മനസാക്ഷിയുള്ള ആള്. മോഹിച്ച പെണ്ണിന് പുറംകാലം കൊണ്ട് തട്ടിയിട്ട് എന്റെ അച്ഛന്റെ പണവും അന്തസ്സും കണ്ട് വാലാട്ടി നിന്നത് മനസാക്ഷിയുള്ളതുകൊണ്ടാണല്ലോ. ഒരു കാര്യം മനസ്സിലാക്കണം, അഡ്വക്കേറ്റ് വിജയകുമാരൻ നായർ ഒരു റെയർ സ്പീഷീസ് ഒന്നുമല്ല. എനിക്ക് നിങ്ങളോടൊപ്പം ജീവിക്കാൻ ഇഷ്ടമല്ലെന്ന് പറഞ്ഞ മറ്റൊരു വിജയകുമാരൻ നായരെ കണ്ടെത്താൻ എന്റെ അച്ഛന് ഒരു ബുദ്ധിമുട്ടുമില്ല. പക്ഷേ അഡ്വക്കേറ്റ് വിജയകുമാരൻ നായർക്ക് ഒരു രാമൻകുട്ടി മേനോന്റെ മകളെ കിട്ടിയത് ഭാഗ്യാണ്, ലോട്ടറി. അതെപ്പോഴും കിട്ടില്ല. ശരിയായില്ലല്ലേ? നിറഞ്ഞു വയറും മനസ്സും. ഓ, ചുമ്മാ പറയുക. തൊട്ടുകൂട്ടാൻ കൂടി ഒന്നും ഉണ്ടായിരുന്നില്ല. എന്റെ പാർവതി കുഞ്ഞെ, ഇഷ്ടമുള്ളവർ വിളമ്പി തന്ന ചോറുണ്ണാൻ കറികളൊന്നും വേണ്ട. നേരാ. എന്നാ ഉണ്ട് കഴിഞ്ഞ് എനിക്കൂടി ഇച്ചിരി വിളമ്പിട്ട. ഓ, പിന്നെന്താ, ആ ഒരു അവസരത്തിന് വേണ്ടി കാത്തിരിക്കാൻ ഞാൻ. കഥയിൽ ആഗ്രഹിക്കുന്ന പോലെയല്ലോ ജീവിതം. ആ മാഷ് പറഞ്ഞതറിയോ? കാർത്തികയെ പോലൊരു ഭാര്യയെ കിട്ടാൻ തപസ് ചെയ്യണമെന്ന്. ആ മാഷിക്ക് എന്നെങ്ങനെ അറിയാം? മാഷ് എന്തിനാ അറിയണ? ഞാൻ അറിഞ്ഞാ പോരെ. ഞാൻ എപ്പോഴാണാവോ തപസ് ചെയ്തത്? മുജ്ജമത്തില് ഹിമാലയത്തിന്റെ മുകളിൽ ജടയും താടിയും വളർത്തി മഞ്ഞിന്റെ മുകളിൽ തപസ്യായിരുന്നില്ലേ എന്നെ കിട്ടാൻ?